السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും മഹത്വമേറിയ നാമങ്ങളെ പറ്റിയാണ് സ്ഥിരമായി ഈ ഒരു സമയത്ത് വെള്ളിയാഴ്ചകളിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 19ഓളം നാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ നാമങ്ങളും അതുകൊണ്ട് തേടുന്ന തേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. വെറുതെയുള്ള ഒരു പഠനമോ അതല്ലെങ്കിൽ ആഴ്ചകളിൽ ഒരു ക്ലാസ്സിൽ വന്നിരുന്ന് അത് കേട്ടുപോകുകയോ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകണമെന്നില്ല. നേരെ മറിച്ച് ഞാൻ നിരന്തരമായി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബിനെ അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമായി ഇതിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നിരന്തരമായി ഞാൻ സുജൂദ് ചെയ്യുന്ന എൻ്റെ റബ്ബിനെ കുറിച്ച് എനിക്കറിയാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമാണ് ഇത് എന്ന് നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹുവിനെ അറിയാതെയും പഠിക്കാതെയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനും അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവൻ്റെ നാമങ്ങളിലൂടെ അറിഞ്ഞും മനസ്സിലാക്കിയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനും രണ്ടാണ്. രാവും പകലും പോലെ മാറ്റമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ റബ്ബിനെ അടുത്തറിയുവാനും അവനോട് കൂടുതൽ മഹബ്ബത്ത് വെച്ചു പുലർത്തുവാനും അവനെ കൂടുതൽ മഹത്വപ്പെടുത്തുവാനുമുള്ള അവസരമായിട്ടാണ് ഞാനും നിങ്ങളും ഇതിനെ നോക്കിക്കാണേണ്ടത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുവാൻ ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എല്ലാ അവസരങ്ങളും പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മലയാളത്തിൽ തന്നെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള ഹഫിളഹുല്ല അദ്ദേഹം രചിച്ച അസ്മാഉൽ ഹുസ്ന എന്ന ഒരു ഗ്രന്ഥം നമുക്ക് ലഭ്യമാണ്. ഫ്രീ ആയി തന്നെ ഈ കോപ്പി ലഭിക്കുന്നതാണ്. വളരെ വിശദമായി തന്നെ ഓരോ നാമങ്ങളും അതിൻ്റെ അർത്ഥവും ആ നാമങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട തേട്ടങ്ങളുമെല്ലാം അദ്ദേഹം അതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്ന് സാന്ദർഭികമായി കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ള അള്ളാഹുവിൻ്റെ നാമം അൽ ഹാദി എന്നുള്ളതാണ്.
അൽ ഹാദി എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് മാർഗം കാണിക്കുന്നവനും വഴി തെളിയിക്കുന്നവനുമാണ്. മഹാനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിറുദ്ദീൻ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിൻ്റെ നാമങ്ങളെ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ ഈ അൽ ഹാദി എന്നതിന് നൽകിയ വിവക്ഷയുടെ രത്നചുരുക്കം ഇങ്ങനെയാണ്: മനുഷ്യന് ഉപകാരമുള്ള എല്ലാത്തിലേക്കും മനുഷ്യന് ഉപദ്രവമാകുന്നതിനെ തടയുന്നതിലേക്കും, ഉപകാരമുള്ള വിഷയങ്ങളിലേക്കും അവന് ഉപദ്രവമുണ്ടാകാൻ സാധ്യതയുള്ളതിനെ അവനിൽ നിന്ന് തടയുന്നതിലേക്കും അവൻ്റെ അടിമകളെ വഴി കാണിക്കുന്നവനാണ് അൽ ഹാദി. അവർക്ക് അറിയാത്തത് അവൻ അവരെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചൊവ്വായ മാർഗത്തിലേക്ക് അവരെ അവൻ വഴി നടത്തുന്നു. അവർക്ക് തഖ്വാബോധമേകുന്നു. അവരുടെ ഹൃദയങ്ങളെ തന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നതിന് പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അൽ ഹാദി എന്ന നാമത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണങ്ങൾ വഴിയെ വരുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അൽ ഹാദി എന്ന് നാമമായി അള്ളാഹുവിനെ ഖുർആനിൽ 2 സ്ഥലങ്ങളിലാണ് അള്ളാഹു തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് സൂറത്ത് അൽ ഫുർഖാനിലെ 31-ാമത്തെ വചനത്തിൽ വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറ, നിനക്ക് നിന്റെ റബ്ബ് മതിയായവനാണ്. ഹാദിയൻ വനസീറ, ഹാദിയായിട്ടും നസീറായിട്ടും അള്ളാഹുവിൻ്റെ 2 നാമങ്ങളാണ് അവിടെ സൂചിപ്പിച്ചത്. നിനക്ക് വഴി കാണിക്കുന്നവനായും നിനക്ക് സഹായിയായും നിന്റെ റബ്ബ് നിനക്ക് മതിയായവനാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിൽ 54-ാമത്തെ വചനം വഇന്നല്ലാഹ ലഹാദിൽ ലദീന ആമനൂ ഇലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും അല്ലാഹു തആല ലഹാദിൻ, അവൻ വഴി കാണിക്കുന്നവനാണ്, മാർഗം നൽകുന്നവനാണ്. ആർക്ക്? അല്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകൾക്ക്, ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ പാതയിലേക്ക്. അപ്പോൾ അള്ളാഹുവിൻ്റെ അൽ ഹാദി എന്ന അള്ളാഹുവിൻ്റെ ഈ നാമം ഖുർആനിലെ ഈ 2 ആയത്തുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ളത്. പൊതുവെ അള്ളാഹുവിൻ്റെ ഹാദി എന്ന ഈ നാമത്തിന് 4 അർത്ഥ തലങ്ങളാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഹിദായത്ത് എന്ന, മാർഗദർശനമെന്ന അള്ളാഹുവിൻ്റെ ഈ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ കാര്യത്തിന്, അല്ലെങ്കിൽ 4 ഹിദായത്തുകളെ കുറിച്ചൊക്കെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അൽ ഹിദായത്തുൽ ആമ, പൊതുവായ ഹിദായത്ത്. അള്ളാഹു ഹാദിയാണ്, അള്ളാഹു മാർഗം കാണിക്കുന്നവനാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ മാർഗം കാണിക്കൽ, അള്ളാഹുവിൻ്റെ ഈ ഒരു നാമവും അവൻ്റെ ഈ ഒരു ഗുണവും 4 കാര്യങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് പൊതുവായി എല്ലാവരിലും, അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അള്ളാഹു തആല നൽകുന്നതാണ്. അതാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ നമുക്ക് പരിചിതമുള്ള ആയത്ത് ഖാല റബ്ബുന അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. മൂസാ നബി അലൈഹിസ്സലാമയോട് ആരാണ് താങ്കളുടെ രക്ഷിതാവ് എന്ന് ഫിർഔനിൻ്റെ ചോദ്യത്തിന് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ വചനമാണത്. റബ്ബുന അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു, എല്ലാ കാര്യത്തിനും സൃഷ്ടിപ്പ് നൽകിയവനാണ് അള്ളാഹു തആല. എല്ലാത്തിനെയും സൃഷ്ടിക്കുക മാത്രമല്ല, സുമ്മ ഹദ, എന്നിട്ട് അതിന് വഴി കാണിക്കുകയും ചെയ്തവനാരോ അവനാണ് എൻ്റെ റബ്ബ് എന്ന്. അപ്പോൾ ഇവിടെ അള്ളാഹു തആല എല്ലാ സൃഷ്ടികൾക്കും വഴി കാണിച്ചു എന്ന് അള്ളാഹു തആല വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വചനത്തിൽ ഈ കാര്യം ഇങ്ങനെയാണ് പറഞ്ഞത്: വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി വലാ ത്വാഇരിൻ യതീറു ഫീ ജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ ثم إلى ربهم يحشرون والذين كذبوا بآياتنا صم وبكم في الظلمات من يشاء الله يضلله ومن يشاء يجعله على صراط مستقيم.
വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി വലാ ത്വയ്രിൻ യതീറു ബിജനാഹൈ, ഭൂമിയിൽ ഒരു ജീവിയുമില്ല, അതുപോലെ തന്നെ ചിറകുകൾ കൊണ്ട് പറക്കുന്ന ഒരു പക്ഷിയുമില്ല, ഇല്ലാ ഉമമൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു സമൂഹമായിട്ടല്ലാതെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൻആമിലാണ് ഈ കാര്യം വിശദീകരിക്കുന്നത്. ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ റിസാലത്തിനെ വിശ്വസിക്കാൻ തെളിവുകൾ ആവശ്യപ്പെടുന്നുണ്ട്, ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയം പറഞ്ഞിട്ട് അങ്ങനെ ആയത്ത് ഇറക്കാൻ അല്ലാഹു തആല ഖാദിറാണ്, കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അഥവാ നിങ്ങളാകട്ടെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മറ്റേത് ജന്തുജാലങ്ങളാകട്ടെ, അതെല്ലാം നിങ്ങളെപ്പോലെയുള്ള സൃഷ്ടികളാണ്. നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ സംവിധാനിച്ചതുപോലെ എല്ലാ ജീവികൾക്കും അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം അല്ലാഹു തആല കൃത്യമായ മാർഗദർശനം നൽകി പോരുന്നുണ്ട് എന്നതാണ് അല്ലാഹു തആല അവിടെ സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അൽ ഹാദി എന്ന നാമത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിശദീകരണം അതാണ്. ഏത് ജീവജാലങ്ങളും ഈ ഭൂലോകത്ത് ജീവിക്കുന്നുണ്ടോ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാവിധ മാർഗദർശനവും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഏത് ജീവജാലങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് അത്ഭുതമുണ്ടാകും, അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നിർവഹിക്കുന്നത് എന്ന്. ഒരു ജീവി ചെറിയ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് പിന്നെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ, ആരാണ് ഈ കുട്ടിയെ പഠിപ്പിച്ചത്? തനിക്ക് വേണ്ട ഭക്ഷണം തൻ്റെ ഉമ്മയുടെ അകിടിലാണ് ഉള്ളത്, അവിടെ നിന്ന് എനിക്കത് ലഭിക്കുമെന്നുള്ളത് ആ കുട്ടിയെ, അത് ഏത് ജീവിയുടേതാണെങ്കിലും, മനുഷ്യൻ്റേതോ അതല്ലാത്ത മറ്റേത് ജീവിയുടേതാണെങ്കിലും, ആരാണ് ആ കുട്ടിയെ പഠിപ്പിച്ചത്? അതുപോലെ തന്നെ ജീവജാലങ്ങളെക്കുറിച്ച് നമ്മൾ പഠനം നടത്തിയാൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാം. ഈ നാമത്തെ വിശദീകരിക്കുന്നിടത്ത് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചത് ഉറുമ്പിനെ പറ്റിയാണ്. ഉറുമ്പ് നിർമ്മിക്കുന്ന അതിൻ്റെ വീടും അതിൻ്റെ സങ്കീർണതയും ഇന്ന് പലപ്പോഴും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ സങ്കീർണമായ നിർമ്മിതിയാണ് അത് അതിൻ്റെ വീടായി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും ഉറുമ്പുകൾ അവരുടെ ഭക്ഷണം അഥവാ ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുന്നവയാണ്. ആ ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഉറുമ്പുകൾ ആ ധാന്യത്തിൻ്റെ തലഭാഗം മുറിച്ചു കളയുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ ധാന്യം മുളയ്ക്കാതിരിക്കാൻ. ഒരുപാട് കാലം ശേഖരിച്ചു വെക്കേണ്ടതാണ്. അത് ഭൂമിക്കടിയിൽ ശേഖരിച്ചു വെക്കുമ്പോൾ അത് മുളച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണമായി പിന്നീട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. ആരാണ് ആ ഉറുമ്പിന് ആ മാർഗം നൽകിയത്, ആ ദർശനം നൽകിയത് ആരാണ്? അവനാണ് അൽ ഹാദി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹാദി ആണെന്ന് പറയുമ്പോൾ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും, നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ, നമ്മുടെ കണ്ണിന് കാണുക എന്ന പ്രക്രിയ അത് നൽകിയതിന്, അത് മാർഗം നൽകിയത് ആരാണ്? അല്ലാഹു തആലയാണ്. നമ്മുടെ മുടി അത് എത്രത്തോളം വളരണം, ശരീരത്തിൽ പല ഭാഗങ്ങളിലും പല ടൈപ്പ് മുടികളാണ്, അതിനെല്ലാം കൃത്യമായ വളർച്ചയും കൃത്യമായ രീതികളുമുണ്ട്. ആരാണ് അതിന് മാർഗം നൽകുന്നത്? നമ്മുടെ കയ്യ്, നമ്മുടെ ഓരോരോ അവയവങ്ങളും എന്ന് വേണ്ട ഏത് കാര്യം ആലോചിച്ചാലും അതിലൊക്കെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ആരാണ് ഇവയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? ആരാണ് ഇവക്ക് കൃത്യമായ മാർഗദർശനം നൽകുന്നത്? അവനാണ് അൽ ഹാദി. അതാണ് അള്ളാഹുവിൻ്റെ നാമം അൽ ഹാദി എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല അൽ ഹാദി ആണെന്ന് പറയുമ്പോൾ അത് രണ്ടാമത്തെ ഭാഗമാണ് ഹിദായത്തുൽ ഇർഷാദി വൽ ബയാൻ ലിൽ മുകല്ലഫീൻ. വിധിവിലക്കുകൾ ബാധകമായ മനുഷ്യന് തെളിവും അതുപോലെ തന്നെ വിശദീകരണങ്ങളും നൽകുന്ന ഹിദായത്ത്. അല്ലാഹു തആല ഹാദി ആണെന്ന് പറയുമ്പോൾ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് ശരിയായ റൂട്ട് അല്ലാഹു തആല വിശദീകരിച്ചു കൊടുത്തു. അവനാണ് അൽ ഹാദി. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് അറിയാത്ത നിലയിൽ ഇരുട്ടിൽ ഒരിക്കലും അല്ലാഹു തആല മനുഷ്യനെ ഇട്ടേച്ചു പോയിട്ടില്ല.
ശരിയും തെറ്റും കാലാകാലങ്ങളിൽ മനുഷ്യന് വിശദീകരിക്കപ്പെടാൻ, അല്ലെങ്കിൽ മനുഷ്യന്റെ മുന്നിൽ അത് വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാരെയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളെയും അള്ളാഹു തആല മനുഷ്യന് നൽകി. അവനാണ് അൽ ഹാദി. പരിശുദ്ധ ഖുർആൻ ഈ കാര്യം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം, വമാ കാന അല്ലാഹു ലിയുദില്ല ഖൗമൻ ബഅദ ഇദ് ഹദാഹും ഹത്താ യുബയ്യിന ലഹും മാ യത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെയും വഴി പിഴപ്പിച്ചിട്ടില്ല, ഒരു സമൂഹവും വഴികേടിലായിട്ടില്ല. ബഅദ ഇദ് ഹദാഹും, അവർക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷമല്ലാതെ. എന്താണ് ആ ഹിദായത്ത്? ഹത്താ യുബയ്യിന ലഹും മാ യത്തഖൂൻ, സൂക്ഷ്മത കാണിക്കാൻ എന്തു ചെയ്യണമെന്ന് അവർക്ക് വിശദീകരിക്കപ്പെടാതെ, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് സമൂഹത്തിന് കൃത്യമായി വിശദീകരിച്ച് കൊടുക്കുന്നതിന് മുമ്പായി ഒരു സമൂഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വഴികേടിലാക്കിയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമൂദ് ഗോത്രത്തെ പറ്റി പറഞ്ഞിടത്ത് വഅമ്മാ സമൂദ് ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ. സമൂദ് ഗോത്രത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അങ്ങനെയാണ്, വഅമ്മാ സമൂദ് ഫഹദൈനാഹും, സമൂദ് ഗോത്രം അവർക്ക് നാം ഹിദായത്ത് നൽകി എന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ, എന്നാൽ ആ ഹിദായത്തിനപ്പുറം, ആ ഹിദായത്തിൽ നിന്ന് കണ്ണിനെ തിരിച്ചു കളയാൻ അന്ധതയാണ് അവർ ഇഷ്ടപ്പെട്ടത്, അവർ ആഗ്രഹിച്ചത് എന്ന്. ഇവിടെ എന്താണ് സമൂദിനെ ഹിദായത്തിലാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമൂദ് ഗോത്രത്തെ അല്ലാഹു തആല ശിക്ഷിച്ചു, തൊട്ട് ശേഷം അതാണ് അല്ലാഹു തആല പറയുന്നത്, അവർ ഹിദായത്തിലായിട്ടില്ല. എന്നാൽ അല്ലാഹു തആല അവരെ നാം ഹിദായത്തിലാക്കി, അവർക്ക് നാം ഹിദായത്ത് നൽകി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്മാരെ നിയോഗിച്ച് എന്താണ് ശരിയായ റൂട്ട്, എന്താണ് ദലാലത്ത്, എന്താണ് ഹിദായത്ത് എന്ന് വളരെ വ്യക്തമായി അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ ആ വിശദീകരണമാകുന്ന ഹിദായത്തിൽ നിന്ന് അവർ തെറ്റിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്, അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല എന്ന്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞിടത്ത് വഇന്നക ലതഹ്തദി ഇലാ സിറാത്തിൻ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് താങ്കൾ, വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് താങ്കൾ ഹിദായത്ത് നൽകുന്നു എന്ന് പ്രവാചകനെ പറ്റി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഹിദായത്ത് നൽകുന്നവൻ അല്ലാഹു തആലയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി താങ്കൾ ഹിദായത്ത് നൽകുന്നു എന്ന പ്രയോഗം നടത്തിയത് അത് ഈ പറഞ്ഞ ഹിദായത്താണ്. താങ്കൾ ജനങ്ങൾക്ക് ശരിയായ റൂട്ട് വിശദീകരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമതായി ഹിദായത്തിന്റെ ഭാഗമായി വരുന്നതാണ് ശരിയായ റൂട്ടിലേക്ക് അല്ലെങ്കിൽ സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള മാർഗം വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത്. ആ വിശദീകരിച്ചു കൊടുക്കലാണ് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിർവഹിച്ചു പോന്നിട്ടുള്ളത്. അതും അള്ളാഹുവിൻ്റെ അൽ ഹാദി എന്ന നാമത്തിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മൂന്നാമത്തേത് ഇതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹാദി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ മാത്രമുള്ള, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കാവുന്ന ഹിദായത്ത്, ഹിദായത്തു തൗഫീഖ്. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെട്ടു. ഇതാണ് സമൂദ് ഗോത്രത്തിന് ലഭിക്കാതെ പോയ ഹിദായത്ത്. കാര്യങ്ങൾ നമുക്ക് മുന്നിൽ വിശദീകരിക്കപ്പെട്ടു, കാര്യങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ വിശദീകരിക്കപ്പെട്ട, അവതരിപ്പിക്കപ്പെട്ട, നമ്മൾ മനസ്സിലാക്കിയ ആ സത്യത്തെ പുലുകാനും, ആ സത്യത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും, ആ സത്യത്തിന്റെ റൂട്ടിലൂടെ സഞ്ചരിക്കാനും അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് വേണം. അവനാണ് അൽ ഹാദി. ആ തൗഫീഖ് ലഭിക്കുന്നത് ആരിൽ നിന്നാണോ അവനാണ് അൽ ഹാദി. അതാണ് അള്ളാഹുവിന്റെ ഹാദി എന്ന നാമത്തിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, ആരാണോ അല്ലാഹു തആല ഹിദായത്തിലാക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത് പ്രാപിച്ചവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതിനെ പറ്റിയാണ്. അതുപോലെ തന്നെ അഫമൻ സുയ്യിന ലഹു സൂഅ അമലിഹി ഫറആഹു ഹസന, ചില ആളുകളുണ്ട് അവരവരുടെ തിന്മകൾ അവർക്ക് അലങ്കാരമായി തോന്നിപ്പിക്കപ്പെടുകയാണ്, എന്നിട്ടോ അത് ഹസനത്തായി, അത് നന്മയായി അവർ കാണുകയും ചെയ്യുന്നു. ഫഇന്നല്ലാഹ യുളില്ലു മൻ യശാ വയഹ്ദി മൻ യശാ, അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു. ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത്,
നബിനോട് പറയാണ്, അവരുടെ ഈ ളലാലത്തിൽ, അവരുടെ ഈ വഴികേടിൽ താങ്കളുടെ ആത്മാവിനെ നഷ്ടത്തിലാക്കേണ്ടതില്ല, പ്രയാസത്തിലാക്കേണ്ടതില്ല എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ളലാലത്തിലാക്കുകയും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഈ ഹിദായത്തിന്റെ ഈ ഒരു അംശത്തെ പറ്റിയാണ്. അതുപോലെ തന്നെ പ്രവാചകനോട് പറഞ്ഞു, ലൈസ അലൈക ഹുദാഹും വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. നമ്മൾ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റി പറഞ്ഞത് ആദ്യത്തെ ആയത്തിൽ സൂറത്ത് ശൂറയിൽ, വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് താങ്കൾ ഹിദായത്ത് നൽകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ലൈസ അലൈക ഹുദാഹും, അവർക്ക് ഹിദായത്ത് നൽകൽ താങ്കളുടെ ബാധ്യതയല്ല. വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ, അള്ളാഹു ആണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നവൻ. ഇത് രണ്ടും രണ്ട് ഹിദായത്തായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ, നമുക്കറിയാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുക എന്നത് താങ്കളെ കൊണ്ട് സാധ്യമല്ല. കാരണം അത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന അള്ളാഹുവിന്റെ വിശേഷണമാണ്. അഥവാ തൗഫീഖ് നൽകുക, സത്യം വ്യക്തമാക്കപ്പെടുക, സത്യം വ്യക്തമാക്കി നൽകുക, വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ അത് സ്വീകരിക്കാനുള്ള ഒരു സന്മനസ്സുണ്ടാകുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖിൽപ്പെട്ടതാണ്. അത് മറ്റൊരാൾക്കും സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ ആ കാര്യം വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചു. ഖുൽ ഹൽ മിൻ ശുറകാഇകും മൻ യഹ്ദി ഇലൽ ഹഖ്, നിങ്ങളെ പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അവരിൽ ആരെങ്കിലും ഉണ്ടോ സത്യത്തിലേക്ക് മാർഗം കാണിക്കുന്നവരായി ഹിദായത്ത് നൽകാൻ കഴിവുള്ള ഏതെങ്കിലും പങ്കാളികൾ നിങ്ങൾ പങ്കു ചേർക്കുന്ന നിങ്ങളുടെ ആരാധ്യന്മാരിലുണ്ടോ? ഖുലില്ലാഹ് യഹ്ദി ലിൽ ഹഖ്, നബിയെ പറയുക, അല്ലാഹു ആണ് സത്യത്തിലേക്ക് മാർഗം കാണിക്കുന്നവൻ. ഒരാൾക്കും സത്യത്തിലേക്ക് മാർഗം കാണിക്കാൻ കഴിയില്ല അല്ലാഹുവിനല്ലാതെ. അഫമൻ യഹ്ദി ഇലൽ ഹഖ് ഹഖു അൻ യുത്തബ, സത്യത്തിലേക്ക് മാർഗം കാണിക്കാൻ കഴിവുള്ളവനാരോ അവനെയല്ലയോ നിങ്ങൾ പിൻപറ്റുവാൻ ഏറ്റവും അർഹരായിട്ടുള്ളവർ. അമ്മല്ലാ യഹ്ദി ഇല്ലാ അൻ യുഹ്ദാ, അല്ലാഹു മാർഗം കാണിച്ചാലല്ലാതെ മാർഗത്തിലേക്ക്, ശരിയായ റൂട്ടിലേക്ക് സഞ്ചരിക്കാൻ കഴിയാത്തവരും അവരെക്കാളും ഏറ്റവും നിങ്ങൾ പിൻപറ്റാൻ ഏറ്റവും അർഹരായിട്ടുള്ളവൻ അല്ലാഹു അല്ലയോ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹുവിന്റെ അൽ ഹാദി എന്ന നാമം പഠിക്കുന്നിടത്ത് ഏറ്റവും ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വിഷയം ഇതാണ്. നമ്മൾ പലപ്പോഴും പലതും പഠിക്കുന്നു, പലതും മനസ്സിലാക്കുന്നു. ഇവിടെ തന്നെ 17ഓളം അള്ളാഹുവിന്റെ നാമങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടു, നമ്മൾ മനസ്സിലാക്കി. പല ദർസുകളും നമ്മൾ കേട്ടു, പഠിച്ചു. പഠിച്ച കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താനുള്ള തൗഫീഖ് നമുക്ക് ലഭിച്ചോ ഇല്ലയോ? ആ തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല ഹാദിയാണ് എന്ന അള്ളാഹുവിന്റെ നാമം പഠിക്കുന്ന ഞാനും നിങ്ങളും ജീവിതത്തിൽ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി ആ ഹിദായത്തിനെ ചോദിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുദീർഘമായ ഒരു ഹദീസിന്റെ ഭാഗത്ത് നമുക്ക് കാണാം, യാ ഇബാദി, അല്ലാഹു തആല പറയാണ്, എൻ്റെ അടിമകളെ, കുല്ലുകും ضال, നിങ്ങളെല്ലാവരും വഴികേടിലായവരാണ്, ഇല്ലാ മൻ ഹദൈത, ഞാൻ ഹിദായത്ത് നൽകിയവരൊഴികെ. എന്നിട്ട് പറയാണ്, ഫസ്തഹ്ദൂനി അഹ്ദികും, നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. ദിവസവും 17 പ്രാവശ്യം ചുരുങ്ങിയത് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷേ മനസ്സാന്നിധ്യത്തോടുകൂടെ, അള്ളാഹുവേ, എനിക്ക് സത്യത്തിന്റെ പാതയിലൂടെ മരണം വരെ ഉറച്ചു നിൽക്കാനുള്ള കഴിവും തൗഫീഖും നീ എനിക്ക് നൽകണമേ എന്ന് മനസ്സാന്നിധ്യത്തോടെ എത്ര പ്രാവശ്യം ഞാനും നിങ്ങളും ചൊല്ലിയിട്ടുണ്ട്? ഇതാണ് മർമ്മപ്രധാനമായ ചോദ്യം. അള്ളാഹുവേ, നിന്റെ മതത്തിൽ നിന്ന് ഞാൻ എന്തു പഠിച്ചുവോ ആ പഠിച്ചതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ അതിനുള്ളൊരു തൗഫീഖിന് അള്ളാഹുവേ നീ എനിക്ക് നൽകണമേ. നീയാണല്ലോ ഹാദി, നീയാണല്ലോ സത്യത്തിലേക്ക് വഴി കാണിക്കുന്നവൻ. അതിന് തൗഫീഖ് നൽകാൻ നിന്നെ കൊണ്ടല്ലാതെ സാധ്യമല്ലല്ലോ. റബ്ബേ, അതിനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണമേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായ ഹിദായത്തിനെ ചോദിച്ചവർ നമ്മളിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളത് ഗൗരവമായ ചിന്തയാണ്. ഹിദായത്ത് ലഭിക്കുക എന്നത് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകുന്ന നിഅമത്തുകളിൽ ഏറ്റവും സുപ്രധാനമായതാണ്.
അല്ലാഹു തആല മനുഷ്യന് നൽകിയ നിഅമത്തുകളിൽ, അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അത് നിഅമത്താണ്. അത് കഴിഞ്ഞിട്ടാണ് അത് ഹിദായത്താണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റേത് അനുഗ്രഹങ്ങളും ഉള്ളത്. നമ്മുടെ ആരോഗ്യമാകട്ടെ, നമ്മുടെ സമ്പത്താകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, ഏതു തന്നെയാകട്ടെ, ഹിദായത്തിന് ശേഷം വരുന്നതാണ്. ആ ഹിദായത്തിന് അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കാൻ നമുക്ക് കഴിയണം. നല്ല വാക്കു പറയാൻ, നല്ലതു പ്രവർത്തിക്കാൻ, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകാൻ, ഇതിനൊക്കെ അള്ളാഹുവിന്റെ ഹിദായത്ത് വേണം. അത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മളെല്ലാം നമസ്കരിക്കുന്നവരാണ്, നമ്മൾ നല്ല നല്ല നന്മകൾ ചെയ്യുന്നവരാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പോലും അല്ലാഹു തആല നമുക്ക് മാർഗം കാണിച്ചത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ചില ആളുകൾക്ക് അല്ലാഹു തആല മാർഗം കാണിക്കുന്നു, ചില ആളുകൾക്ക് അല്ലാഹു തആല ആ മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിക്കുന്നു. അല്ലാഹു തആല മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. അവന് ഹിദായത്തിനോട് അവന് താല്പര്യമുണ്ടോ? ആർക്കാണോ ഹിദായത്തിനോട് ഇഷ്ടമുള്ളത്, ആർക്കാണോ തഖ്വയോടുകൂടി ജീവിക്കാൻ ആഗ്രഹമുള്ളത്, അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകും. ആരാണോ അതിൽ നിന്ന് വിമുഖത കാണിക്കുന്നത്, ആരാണോ തിന്മയെ പുൽകാൻ ഇഷ്ടപ്പെടുന്നത്, അവരെ അല്ലാഹു തആല വലാലത്തിലാക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും അതിനോടുള്ള ഇഷ്ടവും അതിനോടുള്ള താല്പര്യവുമാണ് നമ്മൾ കാണിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. സഹോദരങ്ങളെ, തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. തൗഹീദിന്റെ വക്താക്കളായി ജീവിക്കാൻ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചും അള്ളാഹുവിനോട് മാത്രം സഹായം തേടിയും അല്ലാഹു തആല കൽപ്പിച്ച അവന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയും ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അത് വലിയൊരു നിഅമത്താണെന്ന് ഞാൻ പറഞ്ഞു. ആ നിഅമത്തിനോടുള്ള നന്ദി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിഅമത്തിന് നന്ദി കാണിക്കുക എന്ന് പറയുമ്പോൾ അത് വെറും ഹംദിൽ മാത്രം ചുരുക്കേണ്ടതല്ല, അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നിഅമത്തിനോടുള്ള നന്ദിയുടെ ഭാഗത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ അമലുകൾ തന്നെയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ഒരു ദിവസം 5 നേരം ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവല്ല, അല്ലാഹു തആല എനിക്ക് നൽകിയ തൗഫീഖാണ്. ഉടനെ തന്നെ ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമസ്കാരത്തിനുള്ള ശുക്റാണ് നമസ്കാരത്തിന്റെ ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ. നോമ്പ് നോൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്, അതിന്റെ ശുക്റാണ് സുന്നത്ത് നോമ്പുകൾ. ഇങ്ങനെ ഓരോ അമലുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സുന്നത്തായ കാര്യങ്ങൾ അതിന്റെ ശുക്റിന്റെ ഭാഗമായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകി, വലിയ നിഅമത്താണ്. അതിന്റെ ശുക്റായി പണ്ഡിതന്മാർ പറഞ്ഞത് ആ തൗഹീദിന്റെ പ്രബോധനമാണ്. ആലോചിച്ചു നോക്കുക, നാം മുസ്ലിമായി ജനിച്ചിട്ടും അള്ളാഹുവിനെ നൽകേണ്ട പലതും അള്ളാഹു അല്ലാത്തവർക്ക് നൽകി. അള്ളാഹുവിന്റെ സൃഷ്ടികളെ അമിതമായി പുകഴ്ത്തി അവരുടെ മുന്നിൽ കുമ്പിട്ടും സുജൂദ് ചെയ്തുമെല്ലാം ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മുടെ നാട്ടിൽ കാണുന്നു. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായി ഈ ലോകത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അൽ ഹാദിയായ അള്ളാഹുവിൽ മാത്രം അഭയം പ്രാപിച്ച് അവനോട് മാത്രം തേടി അവനോട് മാത്രം സഹായം അഭ്യർത്ഥിച്ച് ജീവിക്കുന്ന നമ്മൾ വലിയ അനുഗ്രഹം ലഭിച്ചവരാണ്. എങ്ങനെ നന്ദി കാണിക്കും? എങ്ങനെയാണ് അതിനുള്ള നന്ദി കാണിക്കേണ്ടത്? അതിന്റെ മാർഗമാണ് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത്. തൗഹീദിന്റെ പ്രബോധന മേഖലയിൽ നമ്മൾ നിരന്തരമായി ഉണ്ടായിരിക്കണം. ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങളോ നമ്മുടെ ജോലിയോ നമ്മുടെ മറ്റൊരു കാര്യമോ ഈ തൗഹീദിന്റെ മേഖലയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകാൻ പാടില്ല. ഈ കൂട്ടായ്മയിൽ നിന്ന്, ഈ പ്രബോധന സംഘത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയാൽ മറ്റു പല മാർഗങ്ങളിലേക്കുമാണ് അവസാനം നമ്മൾ ചെന്നെത്തുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല അൽ ഹാദി ആണെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അൽ ഹാദി എന്ന അല്ലാഹുവിന്റെ നാമത്തിൽ 4-മതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ത്യനാളിൽ അതുപോലെ തന്നെ ദുനിയാവിലും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഹിദായത്ത് നൽകുന്നവൻ. സത്യവിശ്വാസികളെ സ്വർഗത്തിലേക്കും അവിശ്വാസികളെ നരകത്തിലേക്കും നയിക്കുന്നവൻ എന്ന അർത്ഥം അല്ലാഹുവിന്റെ ഹാദി എന്ന നാമത്തിനുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കാണാം. സൂറത്തുൽ അഅറാഫിൽ സ്വർഗക്കാരായ ആളുകൾ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരവിടുന്ന് പറയുന്നത് ഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവിന് സ്തുതി, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയവനായ അല്ലാഹുവിന് സ്തുതി. അവൻ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ
ഈ ഹിദായത്ത് ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല. ആ സ്വർഗത്തിലേക്ക് പോകാനും ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള ഹിദായത്ത് അവർക്ക് നൽകിയവനാണ് അൽ ഹാദി. അതുപോലെ തന്നെ സൂറത്തു സ്വാഫാത്തിൽ കാണാം, ഉഹ്ശുറുൽ ലദീന ളലമു വഅസ്വാജഹും വമാ കാനൂ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം. അവിശ്വാസികളായ ളാലിമീങ്ങളായ ആളുകളും അവരുടെ ഇണകളും അവർ അല്ലാഹുവിന് പുറമെയുള്ള ആളുകൾ ആരാധിച്ചിരുന്നവരായിരുന്നു. ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം. അല്ലാഹു തആല അവരെ നരകത്തിലേക്ക് ഹിദായത്ത് കാണിക്കും, അല്ലെങ്കിൽ നരകത്തിലേക്ക് അവരെ നയിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ ഹാദി എന്ന നാമത്തിന്റെ ഭാഗമാണത്. ദുനിയാവിൽ അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗത്തിലേക്ക് ചെന്നു ചേരാനുള്ള അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുന്നു. നരകത്തിലെ അവിശ്വാസികളായ ആളുകൾക്ക് നരകത്തിലേക്ക് പോകാനുള്ള തിന്മയിലേക്കും അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നു എന്ന ആശയവും പണ്ഡിതന്മാർ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അവസാനമായി അൽ ഹാദി എന്ന അല്ലാഹുവിന്റെ നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം ഹിദായത്ത് അല്ലാഹുവിൽ നിന്ന് ലഭിക്കാനും അത് നിലനിർത്തി പോകാനുമുള്ള പരിശ്രമം നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അല്ലാഹു അൽ ഹാദിയാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഹിദായത്ത് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുവാനും ലഭിച്ച ഹിദായത്തിനെ നഷ്ടപ്പെടാതിരിക്കാനും, അതിനാണ് ഞാൻ ശുക്രനെ പറ്റി പറഞ്ഞത്. ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു നൽകിയ ഹിദായത്ത് വലിയ നിഅമത്താണ്. ആ നിഅമത്തിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ ലഅസീദന്നകും, ആ ഹിദായത്തിനെ അല്ലാഹു തആല നമുക്ക് അധികരിപ്പിച്ചു നൽകും. എന്നാൽ ശുക്ർ ചെയ്യാൻ നമ്മൾ വിമുഖത കാണിച്ചാൽ അല്ലാഹു നൽകിയ ഹിദായത്താകുന്ന നിഅമത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും സുപ്രധാനമായ ഈ വിഷയത്തിൽ ചില പണ്ഡിതന്മാർ ഉണർത്തിയ ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. ഹിദായത്തിനെ നിലനിർത്തി പോകാൻ, ഹിദായത്ത് ലഭിക്കാൻ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് ഹാദിയായ അല്ലാഹുവിനോട് അതിനെ തേടുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, നിങ്ങളെല്ലാവരും ദ്വാലിലാണ്, വഴികേടിലാണ്. ഞാൻ ആരെയാണോ സന്മാർഗം കാണിച്ചു കൊടുക്കുന്നത് അവർ മാത്രമാണ് ഹിദായത്തിലുള്ളതെന്ന് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാമെന്നാണ്. ജീവിതത്തിൽ ഹിദായത്തിനെ ചോദിക്കാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൂടാ. നിരന്തരമായി അല്ലാഹുവിനോട് നമ്മൾ ഹിദായത്തിനെ ചോദിച്ചു കൊണ്ടേയിരിക്കണമെന്നുള്ളതാണ് ഈ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തില വർസുഖ്ന ഇജ്തിനാബ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സത്യത്തെ സത്യമായി കാണാനും അതിനെ പിൻപറ്റാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കാനും അതിൽ നിന്നും മാറി നിൽക്കാനുള്ള തൗഫീഖിനെ റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് സഹോദരങ്ങളെ, നിരന്തരം നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോടുകൂടെ തന്നെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിനെ നമ്മൾ പേടിക്കുകയും ആ ഹിദായത്തിനെ നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യണമെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഹിദായത്ത് ലഭിക്കാൻ ആവശ്യമായ സബബുകൾ അത് നമ്മൾ സ്വീകരിക്കുക. നേരത്തെ വിശദീകരിച്ചല്ലോ, ഹിദായത്ത് അല്ലാഹു തആല വിശദീകരിച്ചു തരും നമ്മുടെ മുന്നിൽ. ഓരോ ക്ലാസ്സുകളിൽ, ഓരോ പ്രഭാഷണങ്ങളിൽ ക്ലാസ് എടുക്കുന്നവനും കേൾക്കുന്നവനും പലതും പഠിക്കുന്നു, പലതും മനസ്സിലാക്കുന്നു. അതൊരു കാരണമാണ്. അത് കേട്ട് കഴിഞ്ഞാൽ അതിനെ മുറുകെ പിടിക്കുക. സമൂദിനെ പോലെയാകരുത്, സമൂദ് ഗോത്രത്തെ പോലെയാകരുത്. എന്താണോ കേട്ടത്, എന്താണോ മനസ്സിലാക്കിയത്, എന്താണോ ഉൾക്കൊണ്ടത്, അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മൾ തയ്യാറാകുക. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് ദിക്റിനെ അധികരിപ്പിക്കുക. കസ്റത്തു ദിക്ർ, ദിക്റിനെ ധാരാളമായി അധികരിപ്പിക്കുക. അദ്ദാകിരീന അല്ലാഹ കസീറ, ദിക്ർ ചൊല്ലുന്നവർ എന്നല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ധാരാളമായി ദിക്ർ ചൊല്ലുന്നവർ എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ സമയങ്ങളിലെല്ലാം അള്ളാഹുവിന് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഖിറാഅത്തുൽ ഖുർആൻ, ഈ അൽ ഹാദി എന്ന നാമത്തെ വിശദീകരിക്കുന്നിടത്ത് ചില പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു, ഹിദായത്തിനെ നിലനിർത്തി പോകാൻ ഖിറാഅത്തുൽ ഖുർആൻ ജീവിതത്തിന്റെ ഭാഗമാക്കണം. എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയങ്ങളിൽ ഏതെങ്കിലും ഭാഗം ഓതുന്നതല്ല. ജീവിതത്തിൽ ഒരു സമയം നിശ്ചയിക്കുക. കാമണിക്കൂറാണെങ്കിൽ കാമണിക്കൂർ, ഇന്ന സമയത്ത് ഞാൻ ഖുർആൻ ഓതിയിരിക്കും. നമുക്ക് നിശ്ചയിക്കാവുന്നതാണ്, തീരുമാനിക്കാവുന്നതാണ്.
ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സമയം, അത് രാവിലെ ആകാം, ഉച്ചയ്ക്കാകാം, വൈകുന്നേരമാകാം, രാത്രി കടക്കുന്നതിന് മുമ്പാകാം, മണിക്കൂർ, ആ സമയത്ത് പിന്നെ വേറൊന്നുമില്ല. വിളിച്ചാൽ കോള് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതില്ല, ഒരു കാര്യവും. ബാക്കിയെല്ലാം മാറ്റിവെക്കുക. അള്ളാഹുവിന്റെ കിതാബ് ഓതാനുള്ള സമയമാണ് എൻ്റെ ഇത്. ആ സമയം 15 മിനിറ്റ് എങ്കിൽ 15 മിനിറ്റ് നമ്മൾ മാറ്റിവെച്ച് നോക്ക്. അള്ളാഹുവിന്റെ കിതാബിന്റെ കൂടെ സഞ്ചരിച്ചു നോക്ക്. ജീവിതത്തിൽ മാറ്റങ്ങൾ നമുക്ക് സാധ്യമാണ്, മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ നമസ്കാരം. 5 നേരത്തെ നമസ്കാരം പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ ഹിദായത്തിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. 5 നേരത്തെ നമസ്കാരം പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കാൻ സാധിക്കണം നമുക്ക്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹിദായത്തിനെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതുപോലെ തന്നെ ഗദ്ദുൽ ബസർ, നമ്മുടെ കാഴ്ചയെ നിയന്ത്രിക്കുക എന്നുള്ളത്. നമ്മുടെ കണ്ണിനെ നിയന്ത്രണം അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്, നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവിനും ഇഷ്ടമുള്ളതേ ഞാൻ കാണുകയുള്ളൂ. അല്ലാത്തതിൽ നിന്ന് കണ്ണിനെ അടക്കാൻ, കണ്ണിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഹിദായത്ത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അള്ളാഹു തആല നൽകിയ ഹിദായത്തിനെ നിലനിർത്തണമെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണമെങ്കിലും നമ്മൾ നമ്മുടെ കണ്ണിനെ നിയന്ത്രിച്ചേ പറ്റൂ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബുക്കിൽ ഹിദായത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഈമാനും സൽക്കർമ്മവും. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം. ഇവിടെ അമലു സ്വാലിഹാത്ത് ചെയ്യുന്ന വിശ്വാസികളായ ആളുകൾ, അവരെ അല്ലാഹു തആല നേർവഴിയിലാക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അവരുടെ വിശ്വാസത്തിന്റെ ഫലമായി. അതുപോലെ തൗബ ചെയ്യുന്ന ആളുകളെ പറ്റി പറഞ്ഞു, യഹ്ദീ ഇലൈഹി മൻ അനാബ്. അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്ന തൗബ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഹിദായത്ത് നൽകുന്നവനാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിൽ പരിശ്രമിക്കുന്ന, ധർമ്മസമരം നടത്തുന്ന ആളുകളെ പറ്റി പറഞ്ഞിടത്ത് വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ മാർഗത്തിൽ ആരാണോ പരിശ്രമം നടത്തുന്നത്, ധർമ്മസമരം നടത്തുന്നത്, അവർക്ക് നാം നേരായ മാർഗത്തിലേക്ക് അവർക്ക് ഹിദായത്ത് നൽകുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി, ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടത് ഈ ബുക്കിൽ വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽ ഹാദി എന്ന അള്ളാഹുവിന്റെ നാമം പഠിക്കുമ്പോൾ, അള്ളാഹുവിന്റെ നാമം മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവിന് അങ്ങനെ ഒരു നാമമുണ്ട് എന്നും അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുന്നതിന്റെ കൂടെ തന്നെ ഈ നാമം പഠിച്ച ഞാൻ, ഈ നാമം ഉൾക്കൊണ്ട ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തു മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എവിടെയാണ് എനിക്ക് പോരായ്മകൾ ഉള്ളത്, അൽഹാദിയായ റബ്ബന്റെ കൂടെയുണ്ടെങ്കിൽ ആ റബ്ബിനോട് എനിക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹുവിന്റെ ഓരോ നാമങ്ങൾ പഠിക്കുമ്പോഴും അവൻ എൻ്റെ റബ്ബാണ്, എൻ്റെ റബ്ബിനെ പറ്റിയാണ് ഞാൻ പഠിക്കുന്നത്. എന്നെ ഏറെ സ്നേഹിക്കുന്ന, എന്നോട് ഏറെ കരുണയുള്ള എൻ്റെ റബ്ബിനെ പറ്റിയാണ് ഞാൻ പഠിക്കുന്നത്. ആ റബ്ബിനെ പറ്റി പഠിക്കുന്നതിനനുസരിച്ച് അവനോടുള്ള ഇഷ്ടവും അവനോടുള്ള താല്പര്യവും അവനിലേക്ക് മടങ്ങാനുമുള്ള മനക്കരുത്തും നമുക്കുണ്ടാകും. എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഇന്ന് പലരും ആത്മഹത്യയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ തൊട്ടടുത്ത് ഈ SLC എക്സാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അയൽവാസിയായ ചെറിയൊരു കുട്ടി ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ ഈ അടുത്ത് വേറൊന്നും വായിച്ചു, ഇതുപോലെ +2 മാർക്ക് കുറഞ്ഞ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും അവസരം ലഭിക്കാത്തത് കൊണ്ടാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ ഹിദായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ ഹിദായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ അയൽവാസികളുടെ, നമ്മുടെ നാട്ടുകാരുടെ, നമ്മുടെ സ്നേഹജനങ്ങളുടെ ഹിദായത്തിന് വേണ്ടി ഹാദിയായ അള്ളാഹുവിനോട് നിരന്തരം തേടിക്കൊണ്ടിരിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ അസ്മാകൾ പഠിക്കുന്നതിലൂടെ നമ്മളിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ശരിയായ പാതയിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങൾക്കെല്ലാം നീ മാർഗം നൽകി അനുഗ്രഹിക്കണമേ. മരണം വരെ നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാനും ആ ദീനിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് നീ ഹിദായത്ത് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാർക്ക്, ഇണകൾക്ക് നീ ഹിദായത്ത് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ഹിദായത്ത് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ സ്നേഹജനങ്ങൾക്ക്, നാട്ടുകാർക്ക്, കുടുംബക്കാർക്കെല്ലാം നീ നിന്റെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
والصلاة والسلام على رسوله الأمين والحمد. السلام عليكم ورحمة الله وبركاته.